Welcome you all to another video of business management. Today we are going to discuss about management and administration. ഇത് മുമ്പത്തെ 4 വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താലും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് നോക്കുന്നത്. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും രണ്ട് കോൺഫ്ലിക്റ്റ് ടേംസാണ്. അത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്, രണ്ടാണെന്ന് പറയാറുണ്ട്. നോക്കാം. ടെർമിനോളജിക്കൽ കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ടേംസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേഷൻ അതുപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് ടേംസിൻ്റെ ഇടയിൽ ചില ടെർമിനോളജിക്കൽ കോൺഫ്ലിക്ട്സ് നിലനിൽക്കുന്നുണ്ട്. ദീസ് ടേംസ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സെൻസ് ബൈ ഡിഫറെൻറ്റ് ഓതേഴ്സ്. പല ഓതേഴ്സും പല സെൻസിലാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. Broadly, there are 3 different types of views expressed by different school of thought. പ്രധാനമായിട്ടും 3 വ്യത്യസ്ത വ്യൂസാണ് ഈ രണ്ട് ടേമുമായി ബന്ധപ്പെട്ടുള്ളത്. അവയെന്ന് പറയുന്നത്, ഫസ്റ്റത്തെ വ്യൂ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആർ സിനോണിമസ്. രണ്ടും സിനോണിമസ് ആണ്. രണ്ടും ഒരേ സംഭവം തന്നെയാണ്, ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. രണ്ടാമത് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഹയർ ലെവൽ ഫംഗ്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് എ ലോവർ ലെവൽ ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രേഷൻ ഹയർ ലെവലാണ്, അതിൻ്റെ താഴെ നിൽക്കുന്ന ലോവർ ലെവൽ ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് ബ്രോഡാണ്, ആ ഒരു ബ്രോഡ് ടേമിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്ന് മാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് മറ്റൊരു വ്യൂ പോയിൻ്റ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആർ സിനോണിമസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അക്കോർഡിംഗ് ടു വൺ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഒരു സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് പ്രകാരം, അതായത് ഒരു കൂട്ടം ചിന്തകരുടെ അഭിപ്രായ പ്രകാരം അഡ്മിനിസ്ട്രേഷൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഇടയിൽ യാതൊരു വ്യത്യാസമില്ല. ബോത്ത് ദീസ് ടേംസ് ക്യാൻ ബി യൂസ് സിനോണിമസ്ലി. രണ്ടും നമുക്ക് ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. The view was expressed by Henry Fayol, Harold Kuhns and O'Donnell, Ernest Dale, Dalton E. McFarland and William Newman. ഈ പറയുന്നവരൊക്കെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള തിങ്കേഴ്സ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് എന്ന് പറയുന്നത്. According to them, executive function in business is termed as management and executive function in government and bodies are treated as administration. രണ്ടും ഒരേ സംഭവം തന്നെയാണ്. നമ്മൾ ഒരു ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നടത്തുമ്പം നമ്മളത് അവിടെ മാനേജ്മെൻ്റ് എന്ന് പറയും. ഈ പറയുന്ന അതേ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഗവൺമെൻറ് ബോഡീസിൽ മറ്റും ചെയ്യുമ്പോൾ അവിടെ നമ്മളതിന് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻ സെയിം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ബോത്ത് ടേംസ് ഇൻവോൾവ് ദ സെയിം പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. രണ്ടിലും അതിലെ ഫംഗ്ഷൻ ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും സെയിം തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻഡിക്കേറ്റ് ക്ലിയർലി വാട്ട് ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ആസ് മാനേജ്മെൻറ്റ് ആൻഡ് വാട്ട് ബിലോങ്സ് ടു അഡ്മിനിസ്ട്രേഷൻ. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായ പ്രകാരം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫംഗ്ഷനെ മാനേജ്മെൻ്റ് എന്നും അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതെന്നും അങ്ങനെ വേർതിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ഹെൻറി ഫയോൾ അഭിപ്രായപ്പെടുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ഹയർ ലെവൽ ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവൽ ഫംഗ്ഷനും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലോവർ ലെവൽ ഫംഗ്ഷനുമാണെന്നുള്ളതാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട്, അഡ്മിനിസ്ട്രേഷൻ ഈസ് എബോവ് മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ മുകളിലാണെന്നുള്ളതാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് സ്പെസിഫിക് ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പോളിസീസ്, അതിൻ്റെ സ്പെസിഫിക് ഗോൾസ്, ഇതെല്ലാം തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേഷൻ. സോ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡിറ്റർമിനിങ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്ന ഫംഗ്ഷനാണെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എക്സിക്യൂഷൻ ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതോ എല്ലാം നടപ്പിൽ വരുന്ന ഫംഗ്ഷനാണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എന്തൊക്കെയോ കാര്യങ്ങളാണോ ഡിറ്റർമൈൻ ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങളാണോ തീരുമാനിച്ചത്, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന അതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ലൈക്ക് ഒലിവർ ഷെൽഡൻ, വില്യം സ്പ്രിഗാൾ, മിൽവാർഡ്, ലാൻസ്ബർഗ്, ഓഡ്വേ, ടീഡ്, ഫ്ലോറൻസ് എക്സെട്ര ആർ ദി പ്രോമിനൻറ്റ് പേഴ്സൺസ് ബിഹൈൻഡ് ദിസ് വ്യൂ. ഈ പറയുന്നവരൊക്കെയാണ്
ഈ ഒരു വ്യൂ പോയിന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. According to Oliver Sheldon, administration is the function in industry concerned with the determination of corporate policy, the coordination of finance, production and distribution, the settlement of the compass of organization, and ultimate control of the executive. എൻ്റെ അഭിപ്രായത്തിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് പോളിസി, ആ ഒരു കോർപ്പറേറ്റിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ മൊത്തം നയങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദ കോർഡിനേഷൻ ഓഫ് ഫിനാൻസ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫിനാൻസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുക. ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ കമ്പാസ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ആ ഒരു പരിധികൾ, അധികാര പരിധികളും അതിൻ്റെ പ്രവർത്തന പരിധിയെല്ലാം തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓഫ് ദി എക്സിക്യൂട്ടീവ്, എൻ്റെ എക്സിക്യൂട്ടീവിനെ, അതായത് ടോപ്പ് ലെവൽ ടീമിനെ അവരെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഒലിവർ ഷെൽഡൻ അഭിപ്രായപ്പെടുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് പോളിസി വിത്തിൻ ദ ലിമിറ്റ് സെറ്റപ്പ് ബൈ ദി അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പോളിസീസ് എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലക്കെല്ലാം മാനേജ്മെൻറ്റിൻ്റെയും മുകളിൽ നിൽക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ തീരുമാനിച്ച കാര്യങ്ങൾ എന്താണോ അത് നടപ്പിൽ വരുത്തുന്ന അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് മാത്രമാണ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രോഡ് ടേം ആണ്, അഡ്മിനിസ്ട്രേഷൻ ഒരു നാരോ ടേം ആണെന്ന് പറയുന്നതാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റ്. ദിസ് വ്യൂ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലൈൻ ഓഫ് തോട്ട്, മാനേജ്മെൻറ്റ് ഈസ് എ ജെനുവിൻ ടേം. അപ്പോൾ ഈ ഒരു ലൈൻ ഓഫ് തോട്ട് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ജെനുവിൻ ടേമാണ്, പ്യുവർ ആയിട്ടുള്ളൊരു ടേമാണ്. അക്കോർഡിംഗ് ടു EFL Bridge, അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. EFL Bridgeൻ്റെ അഭിപ്രായ പ്രകാരം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ ഡിവൈഡ് ദ ഹോൾ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ 3. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡ് ആക്ടിവിറ്റിയെ അദ്ദേഹം 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് എക്സൈസ് ഓഫ് ഓവറോൾ കൺട്രോൾ. ഓവറോൾ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുക, അതുപോലെ തന്നെ പോളിസീസ്, സ്ഥാപനത്തിന് വേണ്ട നയങ്ങളെല്ലാം തീരുമാനിക്കുക, അതിൻ്റെ ഓവറോൾ കൺട്രോൾ നടപ്പിൽ വരുത്തുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഭാഗം, മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻവോൾവിങ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഓർഗനൈസേഷൻ്റെ ആ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ജോബാണ്. അതിൽ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ്, അതായത് ആരോടാണ് ആൻസർ ചെയ്യേണ്ടത്, ആരുടെ കീഴെയാണ് ഇരിക്കേണ്ടത് തുടങ്ങിയ ഓർഗനൈസേഷൻ്റെ ആ സ്ട്രക്ചർ തീരുമാനിക്കുന്ന പ്രവർത്തനം വരുന്നത് മാനേജ്മെൻറ്റിനകത്താണ്. ഇൻസ്റ്റലേഷൻ ആൻഡ് ക്യാരിയിങ് ഔട്ട് ഓഫ് ഓൾ ദി പ്രൊസീജിയേഴ്സ്, എല്ലാ നയങ്ങളും നടപടിക്രമങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും ഇൻസ്റ്റാൾ ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക, ഈ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു പാർട്ട് മാത്രമാണ് എന്ത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓൾ ദീസ് 3 ആസ്പെക്ട്സ് ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് മാനേജ്മെൻറ്റ്. ഈ പറയുന്ന എല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഡയറക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ചുരുക്കത്തിൽ മാനേജ്മെൻറ്റിനകത്ത് ഡയറക്ഷനും വരുന്നുണ്ട്, ഓർഗനൈസേഷനും വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷനും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലക്ക് ഇവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പ്രകാരം മാനേജ്മെൻറ്റിലെ ഒരു പാർട്ട് മാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ. Even though different views are expressed in relation with the terms of administration management, no distinction is made in practice. അപ്പോൾ ഇങ്ങനെയൊക്കെ പല വ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുവെങ്കിൽ പോലും, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പല വ്യൂസ് നമ്മൾ പറഞ്ഞു, ഒരുപോലെയാണെന്ന് പറഞ്ഞു, ഒന്നൊന്നിൻ്റെ മേലെയാണ് അല്ലെങ്കിൽ ഒന്നൊന്നിൻ്റെ അകത്ത് വരുന്നതാണെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പ്രാക്ടീസിൽ അതിൻ്റെ റിയൽ എക്സ്പീരിയൻസിൽ ഇതിനങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഈസ് a very difficult task to make a clear demarcation between administration and management function. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടൊന്ന് ഡിമാർക്കേഷൻ നടത്തുക, അതിനെ വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. The terminological conflict between management and administration is overcome by classifying the term management into. അപ്പോൾ നമ്മൾ ഈ ഒരു ടെർമിനോളജിക്കൽ കോൺഫ്ലിക്റ്റ്, മാനേജ്മെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ഇടയിലുള്ള ടെർമിനോളജിക്കൽ കോൺഫ്ലിക്റ്റ് നമ്മൾ ഓവർകം ചെയ്യുന്നത് ബൈ ക്ലാസിഫൈങ് ദ ടേം മാനേജ്മെൻറ്റ് ഇൻറ്റു, ആ ടേം മാനേജ്മെൻറ്റിന് താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടാണ്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ 2 പേരിൽ ഈ ഫംഗ്ഷനെ വേർതിരിച്ചിട്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ ഓവർകം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
എന്തൊക്കെയാണ് മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ നയങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തന്നെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ലൈഡ് ഓൺ ബൈ ദി അഡ്മിനിസ്ട്രേഷൻ. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ തലത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ നേടുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് ആ ഒരു ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഏത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടോപ്പ് ലെവൽ ആക്ടിവിറ്റി. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് മോർ പോപ്പുലർ ഇൻ ഗവൺമെൻറ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് മോർ പോപ്പുലർ ഇൻ ഗവൺമെൻറ്, മിലിറ്ററി, എഡ്യൂക്കേഷണൽ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷൻ. അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ഗവൺമെൻറ്, മിലിറ്ററി, എഡ്യൂക്കേഷണൽ, റിലീജിയസ് ഓർഗനൈസേഷനുകളിലാണ്. അതേസമയം മാനേജ്മെൻറ്റ് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ബിസിനസ് ഓർഗനൈസേഷനുകളാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ടേക്സ് മേജർ ഡിസിഷൻ അബൌട്ട് എൻ്റർപ്രൈസസ്. അഡ്മിനിസ്ട്രേഷനിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഡിസിഷൻ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നുണ്ടാവുക. മാനേജ്മെൻറ്റിനകത്ത് ഇറ്റ്സ് എ ഫങ്ഷൻ ഈസ് ടു ഗൈഡ് ആൻഡ് ഡയറക്ട് ദ ഓപ്പറേഷൻ ടു അച്ചീവ് ദ ഗോൾ. ഗൈഡ് ആൻഡ് ഡയറക്ട് ദ ഓപ്പറേഷൻ ടു അച്ചീവ് ദ ഗോൾ. ഓർഗനൈസേഷൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് കോർഡിനേറ്റ്സ്, അതായത് അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റ്സ് ഫൈനാൻസ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫൈനാൻസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് ഓർഗനൈസേഷൻ ടു അച്ചീവ് ടാർഗറ്റ്സ് ഫിക്സഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണോ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഡിസിഷൻസ് ആർ ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പബ്ലിക് ഒപ്പീനിയൻ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് സോഷ്യൽ റിലീജിയസ് ഫാക്ടേഴ്സ്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെടുക്കുന്ന തീരുമാനങ്ങളെ സാധാരണഗതിയിൽ പൊതുജന അഭിപ്രായങ്ങൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, സോഷ്യൽ റിലീജിയസ് ഫാക്ടേഴ്സ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം അത് മേജർ ഡിസിഷനാണ്, ഓവറോൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് അവിടെ എടുക്കുന്നത്. അതേസമയം മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വാല്യൂസ്, ബിലീവ്സ് ആൻഡ് ഒപ്പീനിയൻസ്. കുറേ വാല്യൂസ്, ബിലീവ്സ്, ഒപ്പീനിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് റിഗാർഡ് ആസ് തിങ്കിങ് പ്രോസസ്സ്. അല്ലേ, പുതിയ പോളിസീസ്, പുതിയ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ്. അതുകൊണ്ട് തന്നെ തിങ്കിങ് പ്രോസസ്സാണ്. അതേസമയം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൂയിങ് പ്രോസസ്സാണ്. അഡ്മിനിസ്ട്രേഷൻ റിക്വയേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ദാൻ ടെക്നിക്കൽ എബിലിറ്റി. അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയാണ് കൂടുതൽ വേണ്ടത്, ടെക്നിക്കൽ എബിലിറ്റി അല്ല. ടെക്നോളജിക്കൽ ആയിട്ടുള്ള നോളജ് അല്ല വേണ്ടത്. അവിടെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാനുള്ള, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എബിലിറ്റിയാണ് വേണ്ടത്. മാനേജ്മെൻറ്റ് റിക്വയേഴ്സ് ടെക്നിക്കൽ എബിലിറ്റി ദാൻ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി. മാനേജ്മെൻറ്റിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയേക്കാളും വേണ്ടത് ടെക്നിക്കൽ എബിലിറ്റിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി വേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്, പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് ടെക്നിക്കൽ എബിലിറ്റിക്കാണെന്നാണ് പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രേഷനകത്ത് ഇറ്റ് ഡിവൈസസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഇത് ഡിവൈസ് ചെയ്യുന്നുണ്ട്. അതേസമയം മാനേജ്മെൻറ്റിനകത്ത് ഇറ്റ് യൂസസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് മാനേജ്മെൻറ്റ്. അതേസമയം ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മളുടെ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസസ്. നമുക്ക് ഈ പറയുന്ന വ്യൂ പോയിൻറ്റ്സ്, 3 വ്യൂ പോയിൻറ്റ്സിനെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് പറയാവുന്ന അഡ്മിനിസ്ട്രേഷൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഡിഫറൻസസ് ആണിത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ.